ഹലോ മഞ്ജു മോളെ എന്തുണ്ട്? ഞങ്ങൾ ആക്ച്വലി കുടുംബ പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് തുടങ്ങാൻ പോവായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മനോജ് മഞ്ജു കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ തുടങ്ങാം. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അതിനെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ പാറയും എന്ന് പറയുന്നു. ഞാൻ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവമേ സർവ്വസ്വപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായിട്ട് ഇങ്ങനെ സ്തുതിക്കുന്നു. പ്രിയ മഞ്ജുവിനും കുടുംബത്തോടും കൂടെ കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്ന ഈ സമയത്തിലൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങള് 10 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമുണ്ട് കർത്താവെ. ഞങ്ങൾക്ക് 10 വർഷമായ ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള അനുഗ്രഹം ഇതുവരെ ഉണ്ടായിട്ടില്ല കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്കൊരു പൈതലിനെ തന്ന് അനുഗ്രഹിക്കുകയാണെങ്കിൽ ദൈവമേ, ആ പൈതലിനെ ഞങ്ങളുടെ ദൈവവേലയ്ക്കായി സമർപ്പിക്കാമെന്ന് ഞങ്ങളുടെ ദൈവസന്നിധിയിലേക്ക് കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, അപേക്ഷിച്ച ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. നമ്മളെ പ്രാർത്ഥന കേട്ടു. കുഞ്ഞിനെ 10 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നു. ഇതിനെ ഞങ്ങൾ ദൈവവേലയ്ക്കായി ദൈവസന്നിധി താഴത്തെ അവനെ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ അതെ, ഇത്രയും വർഷം നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. ഇനി അവനെ സൺഡേ സ്കൂളിന് വിടുകയും ദൈവവേലയ്ക്കായി. അതെ അതെ, ഓക്കെ. ഞാൻ പോവാണേ. എവിടെ പോവാ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. മോനെ കൊണ്ട് നമുക്ക് പള്ളി പോണ്ടേ? എനിക്കിപ്പോ പള്ളിയിലും പട്ടക്കാരുടെ അടുത്തൊന്നും പോകാൻ സമയമില്ല. എനിക്ക് ഓഫീസിലെ മീറ്റിംഗ് ഉണ്ട്, അതിന് ഞാൻ പോകണം. നിനക്ക് അവനെ ഉറങ്ങുക, അവനെ കുളിപ്പിച്ച് അവനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യേ. എനിക്കിപ്പോ സമയമില്ല. എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല. നമുക്ക് പള്ളി കൊണ്ടുപോകാം. എന്നാ പോവാം, അടുത്ത ആഴ്ച നമുക്ക് അവനെ കൊണ്ട് പള്ളിയിൽ പോകാം, നോക്കാം സമയമുണ്ടെങ്കിൽ. അയ്യോ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് പള്ളിയിൽ പോകേണ്ട ദിവസമാ. മോനെ സൺഡേ സ്കൂളിലും വിടണം. മേഴ്സി ചിലപ്പോ മോനെ ഒരുക്കി അവള് ഒരുങ്ങി പള്ളിയിൽ പോകാൻ റെഡി ആകാതിരിക്കും. എന്തായാലും ആ സമയം കൊണ്ട് ഞാനൊരു അല്പം ചായ കുടിക്കട്ടെ. അതെ, നീ ഒരുങ്ങിട്ട് എങ്ങോട്ട് പോവാ? അയ്യോ അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ഇത് ലേഡീസ് പാർട്ടിയാന്ന്. എനിക്കിന്ന് ലേഡീസ് പാർട്ടിയാണ്. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പ്ലീസ്, ഐ കാൺ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലേ മോനെ ഈ പ്രാവശ്യം സൺഡേ സ്കൂളിൽ വിടാം, നമുക്ക് പള്ളിയിലും പോകാം. കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞല്ലേ. ഈ ആഴ്ച എന്തായാലും പോകാൻ പറ്റത്തില്ല. ഓൾ ദ ലേഡീസ് ആർ വെയിറ്റിംഗ് ഫോർ മീ. അച്ഛാ പ്ലീസ്. അടുത്ത ആഴ്ചയിൽ പള്ളിയും സൺഡേ സ്കൂളും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അടുത്ത ആഴ്ച പോകാം പ്ലീസ്. ഓക്കെ, ടേക്ക് കെയർ. കുഞ്ഞിനെ നോക്കിക്കണേ. ഞാൻ പള്ളിയിൽ പോയിട്ട് ബൈ. മഞ്ജു, എന്തുണ്ട് വിശേഷം? അയ്യോ, സുഖമായിട്ടിരിക്കുന്ന. ഇന്ന് എന്റെ മോൻ വരുന്നുണ്ട് ഹോസ്റ്റലിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവോ. മോൻ ഇപ്പൊ വരുമായിരിക്കും. പിന്നെ വിളിക്കാമേ. എന്തുണ്ട് മോനെ? How was your journey?
ആ മോൻ ഇന്ന് വന്നത് നല്ലതായി. ഇന്ന് ഞങ്ങൾ നമുക്കെല്ലാം കൂടെ പള്ളിയിൽ പോകാനെ കൊണ്ട് ഒരുങ്ങിയിരിക്കുക. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഫ്രൈഡേ തന്നെ നീ വന്നത് കാര്യമായി. അതെ. I don't think that's happening. എനിക്ക് സമയമില്ല. I have some plans with my friends. മോനെ നീ ഇപ്പൊ വന്നതല്ല ഉള്ളോ? നമ്മൾ കുറച്ച് പത്താനായിട്ട് കൊണ്ട് നമുക്ക് പള്ളി പോയെന്ന്. ഇല്ല പള്ളി I told you. Why are we doing this? ഇത് നമ്മൾ പള്ളി പോകും. I don't understand. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ മോനെ നീ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. Did you tell me about it? Did you tell me that we have to go to church? No, right? അപ്പോൾ സമയമില്ല. I told you. I have to go out with my friends. I have to go out. Can't happen. നമ്മുടെ മോൻ ഇങ്ങനെ ആയിപ്പോയി. അവന് പള്ളി പോകണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നുമില്ല, എല്ലാ കാര്യത്തിനും എതിർത്ത് പറയുക. നമ്മൾ എന്താ ചെയ്യുക? മാറ്റിച്ച ഇത് നമ്മുടെ തന്നെ തെറ്റാണ്. നമുക്ക് പ്രാർത്ഥിച്ചുണ്ടായ ഒരു കുഞ്ഞാണ്. 10 വർഷം കഴിഞ്ഞ് കിട്ടിയൊരു കുഞ്ഞാണ്. നമ്മൾ അവനെ സൺഡേ സ്കൂളിലും വിട്ടില്ല, പള്ളിയിൽ പോകാൻ നമുക്കും സമയമില്ലായിരുന്നു. നമ്മൾ അവനെ കൊണ്ടുപോയില്ല. അമ്മച്ചൻ്റെ ഓഫീസ് പാർട്ടി, എൻ്റെ ലേഡീസ് പാർട്ടി, അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമ്മൾ ബിസിയായിരുന്നു. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നോക്കിയില്ല. നേരെ നടക്കേണ്ട വഴി നമ്മൾ വിട്ടില്ല. അത് നമ്മൾ തന്നെ വിട്ടു. ഇനിയെങ്കിലും നമ്മൾ ഈ പുതിയ വർഷം ഒരു തീരുമാനം എടുക്കുക. കുഞ്ഞിനെ നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ ദൈവത്തെ അടുത്ത് ജീവിക്കാം. അതെ, ഇനി മുതൽ നമുക്ക് അവന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവൻ നല്ല വഴിക്ക് വരണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തോട് യാചിക്കാം. അതേ ഇനി ഒരു മാർഗം. അതെ, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുമിച്ച് ദൈവസന്നിധി